യൂറോപ്യന്മാരുടെ ആഗമനം ഭാഗം 3 ഡച്ചുകാർ. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം 1605. കോഴിക്കോട് സാമുദ്രികവുമായി ഉടമ്പടിയുണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാണ്ടർ ഹോഗ്, ഡച്ച് അഡ്മിറൽ. സ്റ്റീവൻ വാണ്ടർ ഹോഗ് സാമുദ്രികവുമായി ഉടമ്പടിയുണ്ടാക്കിയ വർഷം 1604 നവംബർ 11. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യ കരാറാണിത്. ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായി ഡച്ചുകാരും സാമുദ്രിയും തമ്മിൽ ചെയ്ത പരസ്പര സഖ്യമായിരുന്നു ഈ കരാർ. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗൂൺസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം 1658 ഡിസംബർ 29. അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാർ ഉണ്ടാക്കിയ വർഷം 1659 ജനുവരി 7. ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. അഡ്മിറൽ വാണ്ടർ മെയ്ഡിന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വർഷം 1661. പിടിച്ചെടുത്ത ഈ കോട്ട സാമൂതിരിക്ക് കൊടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും 1663 മാർച്ച് 20 അദ്ദേഹവുമായി ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം 1663 ഫെബ്രുവരി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി. മാവേലിക്കര സന്ധി നടക്കുന്നത് 1753. 1740 സെപ്റ്റംബറിൽ വടക്കൻകൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന വ്യവസ്ഥയിന്മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാർ. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാർ. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ: ഉപ്പ് നിർമ്മാണം, തുണിക്ക് ചായം മുക്കൽ, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി ആരംഭിച്ചു. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ ചേറ്റുവ കോട്ട നിർമ്മിച്ചു. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്, ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം. 1678-നും 1703-നും ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരുന്ന അവസാന വൃക്ഷമാണ് ആൽ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ആലപ്പുഴ ജില്ലയിലെ കടക്കര പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ഗൗഡസരസ്വത ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്, അതായത് ഫാദർ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. 794 ചിത്രങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച പരിഭാഷകനാണ് ഇമാനുവൽ കർനെയ്റോ. കേരള സർവകലാശാലയാണ്
ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ.എസ്. മണിലാൽ. കെ.എസ്. മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഇത്രമേൽ ശ്രദ്ധ ചെലുത്തി രചിക്കപ്പെട്ട ഈ വിധം ഒരു ഗ്രന്ഥത്തിനു വേണ്ടി പ്രസിദ്ധീകരണത്തിനു മുമ്പ് എത്രയോ ധനം ചെലവായിട്ടുണ്ടാവണം. ഇതിൻ്റെ രചയിതാക്കൾക്കും ഇത് രചിക്കപ്പെട്ട നാട്ടിനും ഈ ഗ്രന്ഥം യശോഭൂഷണം അണിയിച്ചു കൊടുക്കുന്നു എന്ന് ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി വൈറ്റ് ഹൗസ് അഭിപ്രായപ്പെട്ടു.